അപ്പോൾ നമുക്ക് ഇന്ന് പഴംപൊരി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഒരു സ്പൂണൊക്കെ ഇടണം കേട്ടോ. അപ്പം നല്ല മധുരം ഉണ്ടാവും. പഴംപൊരിക്ക് മധുരമാണ്, എന്നാലും മൈദക്കും കൂടി കുറച്ച് മധുരം വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കോളൂ കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് റവ ചേർത്ത് കൊടുക്കണ്ടേ. റവ അല്ലെങ്കിൽ അരിപ്പൊടി ഇല്ല, ഏതെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക ഇഷ്ടമുള്ള. പിന്നെ ഒരു സാധനം കൂടി ചേർക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഇന്ന് ഇത് ചേർത്തില്ല, മുട്ടയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ആ പഴംപൊരി. ഞാൻ മിക്കവാറും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാറ്. എന്നിട്ട് അത് നമ്മൾ ബീഫോ ചിക്കനൊക്കെ കൂട്ടി കഴിച്ച് നോക്കി എന്തൊരു ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പഴംപൊരിയുടെ കൂടെ കൂട്ടാൻ പോകണം ബീഫല്ല കേട്ടോ, ചിക്കനാണ്. നിങ്ങൾ ബീഫ് കൂട്ടി കഴിച്ചിട്ടുണ്ടാകും, പക്ഷേ ചിക്കൻ കൂട്ടിയും കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. അല്ല വറുത്ത് കറി വെച്ച ചിക്കൻ കറി കൂട്ടി പഴംപൊരി കഴിക്കണം, നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഞാനിത് എന്തായാലും എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കട്ടെ. നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് അതിട്ട് റവ ചേർത്ത് കൊടുക്കട്ടെ. റവയും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി എടുത്തിട്ട് ഇനി ഇതിട്ട് റവയും കൂടി ചേർത്ത് കൊടുക്കട്ടെ. റവയും കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ. പഴമാണെങ്കിൽ ഞാൻ 3 പീസാക്കിയിട്ട് വെച്ചേക്കണേ. 2 ആക്കിയിട്ട് അത് 3 പീസാക്കണം. കനം കുറവായിട്ട് ഞാൻ മിക്കവാറും എടുക്കാറുള്ളത്, നല്ല കട്ടിക്ക് എടുക്കാറില്ല. എന്ന് പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റ് അതാ കേട്ടോ. എനിക്ക് ഈ കടയിൽ നിന്ന് മേടിക്കുന്ന പഴംപൊരിയെ ഇഷ്ടമല്ല, അവർ ഭയങ്കര കട്ടിക്കല്ലേ, അതും മൈദയും ഭയങ്കര കട്ടിക്കായിക്കോളും. എന്തിനാ അങ്ങനെ ഉണ്ടാക്കണേ ആവോ. അപ്പം എൻ്റെ പഴംപൊരി എന്തായാലും നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി അങ്ങനെ മുട്ട ചേർക്കാൻ മറക്കുകയും ചെയ്യരുത്. ആ മുട്ടയും കൂടി ചേർത്താലാണ് അതിൻ്റെ ടേസ്റ്റ് നല്ലോണം കിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ബീഫോ ചിക്കനൊക്കെ കൂട്ടി കഴിച്ച് നോക്കിയാൽ നല്ല അടിപ്പനായിരിക്കും. അപ്പോൾ എൻ്റെ എണ്ണയൊക്കെ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഞാനിത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണേ. കുറച്ചും കൂടി നല്ലത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഓയിലോ അങ്ങനെ എന്തെങ്കിലും എടുക്കണേ കേട്ടോ. വെളിച്ചെണ്ണ അധികം എടുക്കണ്ട. ഇതിപ്പോൾ ഇവിടെ അതില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം. അപ്പോൾ ഒരുവിധം ഇട്ട് നല്ലപോലെ മുരിഞ്ഞ് കഴിയുമ്പോഴേ മറിച്ചിടാൻ പാടില്ല. അതിൻ്റെ ഇടയിൽ മറിക്കാൻ പോയി കഴിഞ്ഞാൽ മൊത്തം അടന്നു പോകും കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നല്ലപോലെ മുരിഞ്ഞ് കഴിയുമ്പോൾ പയ്യെ മറിച്ചിട്ട് ഇപ്പുറത്തെ സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ എണ്ണ ഊറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ ചിക്കൻ കറിയോ ബീഫോ കൂട്ടി കഴിക്കണം. ഇങ്ങനെ ഉറപ്പായിട്ടും കഴിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ പഴംപൊരി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചിക്കൻ കൂട്ടി കഴിക്കാം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞു ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.